ഏത് പേരൻസിനോട് സംസാരിച്ചാലും പറയും അമ്മയെ നോക്കണം കേട്ടോ, അമ്മയെ നോക്കണേ കേട്ടോ. ഏത് പേരൻസും അവനോട് പറയും അമ്മയെ കളയല്ലേ, അമ്മയെ നോക്കണേ. ഓൾറെഡി പറയുന്നതിന് ഡബിൾ ആയിട്ട് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ടോക്ക്. ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പെൺകുട്ടികളെ പോലെയല്ല. ആൺകുട്ടികൾ വളർന്ന് വിവാഹം കഴിച്ച് ജെൻസ് അല്ല ഞാൻ പറയുന്നത്, പറയട്ടെ, സംബന്ധിച്ചിടത്തോളം അവര് വേറൊരു ലൈഫിലേക്ക് പോകും, വേറൊരു വീട്ടിലോട്ട് അവരും അവിടുന്ന് ഒരാളിനെ എടുക്കുകയാണ്, കൂടുതൽ ടൈം അവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ സന്തോഷമാണ്, ആരായാലും അവനവൻ്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ആരെ വഴക്ക് പറയാൻ പറ്റുന്നത്, അല്ലെ ആരെയാണ് ഒരിത്തിരി മാറ്റി നിർത്താൻ പറ്റുന്നത്. എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും, കൂടെ വരുന്നവർ ഇന്നു തൊട്ടുള്ള സന്തോഷമേ കാണുന്നുള്ളൂ. പക്ഷെ ലൈഫ് ലോങ്ങിൽ ആ വർഷം വരെ ആ അമ്മ അല്ലെങ്കിൽ ആ പേരൻസ് ആണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പോൾ അവര് മനസ്സിലാക്കിക്കോളും എന്നൊരു ധാരണയാണ് പലപ്പോഴും ആൺകുട്ടികൾക്കുണ്ടാകുന്നത്. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ആൺകുട്ടികൾ വൈഫ് പറയുന്ന കാര്യം ശരി മൂളി അങ്ങ് വിടുക. പൊതുവെ ചെയ്യണത് ആ കാര്യത്തിനല്ല, അവിടെ ഒരാള് പറയും ഇവിടെ ഒരാള് പറയും, കഴിഞ്ഞ് ഈ നടുക്കിരുന്നിപ്പോ ഞാൻ പോവാണ് എവിടെയും. എല്ലാ ആൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു ദുഃഖം തന്നെയാണ്, അത് വലിയൊരു വിഷമമാണ്. അവർക്കത് ഓപ്പണായിട്ട് പറയാനും വയ്യ. തീർച്ചയായിട്ടും. പക്ഷെ ചിലര് അത് എന്താ പറയും, അപ്പൊ അവിടെ പ്രശ്നമാവും, ലൈഫ് പോയില്ലേ. സംഘർഷം ഉണ്ടാക്കാതിരിക്കാനാണെങ്കിൽ വേണേ ഉണ്ടാക്കാതിരിക്കാം. അല്ലാതെ രണ്ട് സൈഡിലും കാം ചെയ്ത് രണ്ടുപേരുടെ വിഷയങ്ങള് ഡീൽ ചെയ്ത് പോകുന്ന ആൾ അവസാനം അങ്ങനെ പോകുന്ന ആൾ നമ്മളെ കഴങ്ങനെന്ന് വിളിക്കും. സിമ്പിളാ, ആലോചിച്ച് നോക്കിയാ മതി. അങ്ങനെ നിൽക്കാനേ പറ്റൂ. ഒന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് ആലോചിച്ച്. അതെ, ഞാനതുകൊണ്ട് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതായത് അവൻ പെൺകോന്തൻ അല്ലെ, ആ ഒരു ഇതിലേക്ക് പെണ്ണിന്റെ വാക്ക് മാത്രം കേൾക്കണ്. പക്ഷെ പുള്ളി ആലോചിക്കുന്നത് എന്തായിരിക്കും, സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി ഉറങ്ങാൻ പറ്റില്ല. പുറത്ത് വേണമെങ്കിൽ 5 അമ്മമാരെ തടി ഉണ്ടാക്കാം, വീട്ടിൽ പോയിട്ട് എന്റെ പൊന്നളിയാ പറ്റത്തില്ല. ആലോചിക്കുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതോ ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അങ്ങനെ ഒരു ഭാവി ഒരു വധുവിന് വേണ്ട ക്വാളിറ്റി എന്താന്ന് ചോദിച്ചപ്പോ ഒന്ന് അമ്മയെ സഹായിക്കണം, ഫിസിക്കലി നല്ല നീളമുള്ള മുടി വേണം എന്ന് കേശു പറഞ്ഞു. 2 അമ്മേനെ സഹായിക്കണം. അപ്പൊ മൈൻഡിൽ അങ്ങനെ കോൺസെപ്റ്റുകളിൽ ഇത് രണ്ടുമാണോ? ഞാൻ പറഞ്ഞു ഈ അടുത്ത സമയത്ത് ആ സഹായിക്കുക എന്നുള്ളത് വെട്ടി മാറ്റിക്കോണം. ഇപ്പൊ വരുന്ന പെമ്പിള്ളായിരുന്നു അമ്മയെ സഹായിക്കാൻ വരുന്നവരല്ല, ജനറേഷൻ മാറി. ഞാൻ സഹായിക്കാനെന്ന് പറഞ്ഞാ കൂടെ ഉണ്ടാവണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്. കൂടെ ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ ഉള്ള പോലെ തന്നെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട്. അല്ലാതെ അടുക്കള കയറി സഹായിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അത് ലോജിക്ക് മനസ്സിലാക്കാനുള്ളവരൊക്കെ മനസ്സിലായിക്കോളും. പിന്നെ മുടി, അത് മുടി എനിക്ക് സംഭവം, എനിക്ക് ബോയ് കട്ട് സെറ്റപ്പ് ഇഷ്ടമല്ല. മനസ്സിലായി കാണും, ബോയ് കട്ട് സെറ്റപ്പ് ഇഷ്ടമല്ല. അതായത് നോർമൽ മുടി എന്നൊക്കെ പറയും. ഞാൻ ഇപ്പൊ എന്തൊരു പറയാം, ഇനിയിപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് വേണം ബാക്കി എല്ലാം കൂടെ എന്റെ തലേ കയറാൻ. സാധാരണ ഒരു പെൺകുട്ടി നോർമൽ ഒരു കുട്ടി, അതേ ഉള്ളൂ. അതാണ് മനസ്സ്, അതെനിക്ക് വ്യക്തമായിട്ട്. ഞാൻ എന്താ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇനി ആരും തെറ്റി, ഇനി അതിനകത്ത് മറ്റേ ചിക്കി ചഴിഞ്ഞു വരല്ലേ. അതാണ് ചുമ്മാ നേരെ പറഞ്ഞ അളിയാ ഞാൻ വണ്ടി പിടിച്ചോടെ പോയി കേട്ടോ, അതിന് വരെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ അവസാനം. ഇവിടുന്ന് നൈസായിട്ട് വണ്ടി എടുത്തു, ആരും അറിയാതെ അതുവഴി പോയി അവിടെ എത്തിന്നായിരിക്കും. അവിടെ വരെ പോയെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ വാർത്തകളെ വളച്ചൊടിക്കുന്നവനാണ് ഭൂരിഭാഗവും വൈറലാവുന്നത്. എങ്ങനെ വൈറലാവാം? അതിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് മറ്റേ കേശുവിന്റെ കുറ്റം പറച്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടരുത്, അവസാനം ഇടാറില്ല. അങ്ങനെ എത്രയോ നല്ല കുട്ടികളുണ്ട്, എത്രയോ നന്നായിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട്. എന്നെ കണ്ടില്ലേ? ഒരുപാട് പേരുണ്ട്. എന്നെ കണ്ടില്ലേ? ആരും അറിഞ്ഞില്ല, അവര് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല. അല്ല, ഈ നല്ല കമന്റ് ചെയ്തില്ല എന്ന് പറയാം, അതിൽ ഞാനൊന്ന് പറയാവേ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് കേശുവിന്റെ സംസാരവും ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അഭിനയമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം, റെസ്പെക്ട്, ഒരു സ്നേഹത്തോടുള്ള ബഹുമാനം തോന്നുന്നു. കുഴപ്പമില്ല, പറഞ്ഞേക്കാം, ഭയങ്കര ഇഷ്ടം തോന്നുന്നു, ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ആ സംസാര രീതി, ആ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഈവൻ കമന്റിലും ഒക്കെ പേഴ്സണലി കുറെ പേരുണ്ടാവുമല്ലോ, മെസ്സേജ് ആയിട്ടൊക്കെ എനിക്കൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ തിരിച്ച് ഞാൻ ചോദിക്കുവാണെങ്കിൽ, കേശുവിന് അങ്ങനെ ഒരു മോട്ടിവേഷൻ അല്ലെ ഒരു ഇൻസ്പിറേഷൻ ഒരു വ്യക്തിയിൽ മാത്രമായി കണ്ടിട്ടുണ്ടോ, അല്ലെ ഒന്നോ അതിൽ കൂടുതലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ എന്തൊരു പറയാം, ഞാൻ ആദ്യം നോക്കി, ഇനിയിപ്പോ എന്തൊരു പറയാം.
ആ ഇൻസ്പിറേഷൻ അമ്മ എന്നുള്ളത്. പൊതുവെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇൻസ്പിറേഷൻ മെയിൻ ആയിട്ട് പേരൻസിന്റെ അടുത്തു നിന്നായിരിക്കും. എനിക്ക് പേരൻസിന് പകരം അമ്മയുടെ അടുത്തു നിന്നാണ്. പേരൻസിന് പകരം പേരൻസ് എസ് മാറ്റിയെന്നല്ലേ ഉള്ളൂ, പേരന്റ്. കൈ കൊടുത്തോ? താങ്ക് യു. പക്ഷെ എന്റെ കുറെ മോശപ്പെട്ട ഗുണങ്ങളുണ്ട്, അതൊന്നും അങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. മോശപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമതിനും എന്റെ കലിയെടുത്ത് ഇപ്പൊ ഉദാഹരണത്തിന് എന്തെങ്കിലും കണ്ട ടക്കനെ നമ്മളാണെങ്കിൽ അണ്ണാ അതായത് ചെയ്ത മോശമായി, ഇതാണെങ്കിൽ ആ ചെയ്ത ഭയങ്കര മോശമായി പോയിട്ടോ, ടോൺ വ്യത്യാസം, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. റിഫ്ലക്സ് ഭയങ്കര ഓവർ. അതായത് നമ്മള് പെട്ടെന്ന് പ്രതികരിക്കും, നമ്മളൊന്ന് ആലോചിക്കും മറ്റേ വേണം. അതിന് മുമ്പ് ആള് ഇപ്പൊ നമ്മൾ അടിക്കണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരി അടിച്ചിരിക്കും ആ സമയം. പക്ഷെ ആ പറയുന്ന കാര്യം നമ്മൾ ആലോചിച്ചാൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഈ സമയം ആലോചിക്കാനുള്ളൊരു സാധനം കാണത്തില്ല. മനസ്സിലായല്ലോ? നമ്മൾ അപ്പുറത്തെ ആളുടെ ഭാഗം കൂടെ ആലോചിച്ചിട്ട് അടിക്കണോ വേണ്ടെന്ന് ആലോചിക്കും. ഓപ്പോസിറ്റ് നിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറില്ല. അപ്പൊ അത് പെട്ടെന്ന് ആരാ ഫ്രണ്ടിൽ അങ്ങനെ നോക്കത്തില്ല, തോന്നുന്നു അപ്പൊ തന്നെ അങ്ങ് സഡൻ റെസ്പോൺസ് ആണ്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പിന്നെ ആരായാലും എന്തുമായാലും സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആണ്. അത് തന്നെയുള്ളൂ എന്റെ ലൈഫിൽ ഞാൻ കാണുന്ന ഏറ്റവും, എന്റെ ലൈഫിന്റെ വിജയം കട്ട് ആൻഡ് റൈറ്റ് തന്നെ വിജയമായിട്ട് തോന്നുന്നു. അതേപോലെ തന്നെ എന്നോടും ചിലവരിപ്പോ ചോദിക്കും, നീ എന്ത് പറഞ്ഞാലും ഒരുമാതിരി ഈ കളിയാക്കി സംസാരിക്കണത് അല്ലെങ്കിൽ ഭയങ്കര ഈസി ഗോയിങ് അങ്ങനെ സംസാരിക്കണത് എന്താ? ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ രണ്ടുപേരും സീരിയസ് ആയിട്ടിരുന്നു, മറ്റേ പ്രശ്നം അങ്ങനെ മോശമായി പോയിട്ടോ, കുറച്ചാകുമ്പോ ഇരുന്ന് ഇങ്ങനെ തന്നെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. അതേ സ്ഥാനത്ത് മാറിയിട്ട് മറ്റേത് ഭയങ്കര പ്രശ്നമായി പോയിട്ടോ. എനിക്ക് അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര സല്യൂട്ട് ചെയ്തു. കാരണം എത്ര വലിയ പ്രശ്നമായാലും അതായത് അപ്പൊ പക്ഷെ ചിലവർക്ക് തോന്നും നമ്മൾ കളിയാക്കുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിലവർക്ക് തോന്നും, പ്രശ്നത്തിനെ ചെറുതാക്കുവാണെന്ന് തോന്നും. ഏറ്റവും സിമ്പിൾ ആക്കി അവൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആയി പോകും. അതുകൊണ്ടാണ് ചെയ്യണത്. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവില്ല. അവന്റെ ചെറുതിലെ മുതലേ, അതായത് 5 വയസ്സ് മുതൽ അവൻ ഒരു പക്ഷെ കണ്ടു വളർന്ന സാഹചര്യങ്ങളും അവൻ അനുഭവിച്ചു വന്ന വഴികളും ആയിരിക്കാം അവനെ അങ്ങനെ ആക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കൊണ്ട് അങ്ങനെ ഈസി ഗോയിങ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, അത് നീ കീപ്പ് ചെയ്തു. കാരണം ഒരു കാര്യത്തിന് ടെൻഷൻ അപ്പൊ എന്നോട് പറയും, അപ്പത്തേക്ക് നാളുടെ ഇമോഷൻ അളിയ, ആ ഇമോഷൻ ഈസി ആക്കാനാണ് ഇവിടെ പറയണേ, അല്ലാതെ ഞാൻ മറ്റേ അതാക്കുക. അതിന് നമ്മള് അങ്ങനെ പറയുമ്പോ നമുക്ക് ഒരാളെ നമ്മള് ടെൻഷൻ അടിപ്പിക്കുക അങ്ങനെ സാധനമായി പോവാ. അപ്പൊ പറയാം, നിനക്കത് വരുമ്പോഴേ അറിയുള്ളൂ. എനിക്ക് വന്നപ്പോ ഞാൻ ആരെയും കണ്ടിട്ടില്ലത്. ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ ഇതാണ്, ആ പോട്ടെ വിട്ടോളാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പ്രശ്നമുണ്ടോ, ഡീൽ വേണ്ട 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 പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല. ഒരു ചെറിയൊരു കാര്യം വന്ന ടെൻഷൻ എനിക്കത് സോൾവ് ആവുന്നിടം വരെ ടെൻഷൻ ഞാൻ അത് വിടുക. പിന്നെ സോൾവ് ആക്കുകയും ചെയ്യും. പക്ഷെ സോൾവ് ആക്കും, പക്ഷെ സോൾവ് ആക്കുന്ന ടെൻഷൻ കാണും. അപ്പൊ ആ ടെൻഷൻ കാരണം വേറെ നമ്മുടെ ഷുഗർ ചിലപ്പോ കൂടും, ചിലപ്പോൾ BP കൂടും. അത് കാരണം പിന്നെ അതിന്റെ ടെൻഷൻ ആയിരിക്കും. ഒരുപക്ഷെ ഇവൻ അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം ചെറുതിലെ അത് ഇതെന്തുമായാലും ഇതെങ്ങനെയാണ് എന്നവനറിയാം. എന്തായാലും ഒരു സൊല്യൂഷൻ അവിടെ കറങ്ങി തിരിഞ്ഞ് വരുമല്ലോ. ഈസി ഗോയിങ്ങിലാക്കും.